കഴിഞ്ഞ ദിവസം നമ്മുടെ ഫോറിൻ മിനിസ്റ്റർ, അതായത് വിദേശകാര്യമന്ത്രിയായിട്ടുള്ള ജയശങ്കർ, വെസ്റ്റേൺ മീഡിയയെ എടുത്തുടുക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. റഷ്യയിൽ നിന്ന് നിങ്ങൾ എണ്ണ വാങ്ങുന്നു, യുക്രൈന് നിങ്ങൾ ദുരിതത്തിനുള്ള ഫണ്ട്, അതായത് യുക്രൈനിൽ ദുരിതം വിതയ്ക്കാനുള്ള ഫണ്ട് റഷ്യക്ക് നിങ്ങൾ കൊടുക്കുന്നുവെന്നാണ് മാധ്യമം നമ്മുടെ ജയശങ്കറിനോട് ചോദിച്ചത്. ആളെ വേണ്ടത്ര പരിചയമില്ലെന്ന് തോന്നുന്നു. എന്തായാലും ജയശങ്കർ അലക്കി പൊളിച്ചിട്ടുണ്ട്. ജയശങ്കർ പറഞ്ഞ കാര്യം, ഞങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് സൗഹൃദം കണ്ടിട്ടല്ല, മറിച്ച് ഡിമാൻഡും സപ്ലൈയും കോസ്റ്റും നോക്കിയിട്ടാണ് എന്ന് പറഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, യൂറോപ്പ് എപ്പോഴും ആയുധങ്ങൾ ഇറക്കുന്നത് ഇന്ത്യയെ ആക്രമിക്കാനാണ്. എന്നാൽ ഇന്ത്യയുടെ ഒരു ആയുധം പോലും യൂറോപ്പിനെ ഇതുവരെ ആക്രമിച്ചിട്ടില്ല. ഇത് മറന്ന് സംസാരിക്കരുത്, കീപ്പ് ഇൻ മൈൻഡ് എന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇപ്പോഴിതാ ജയശങ്കറിനെ ബാക്ക് ചെയ്തുകൊണ്ട് ഫിൻലാൻഡ് എത്തിയിരിക്കുകയാണ്. അതായത് യൂറോപ്പിൽ തന്നെയുള്ള ഒരു രാജ്യം എത്തിയിരിക്കുകയാണ്. ഫിൻലാൻഡിലേക്കുള്ള യാത്രയിലുള്ള ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറും അദ്ദേഹത്തിന്റെ വിദേശകാര്യമന്ത്രി അലീന വാൾട്ടറും റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങലിനെ കുറിച്ച് ഒരു പ്രധാന പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധത്തിനിടയിൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങലുകളെ ന്യായീകരിച്ച് ഫിൻലാൻഡ് വിദേശകാര്യമന്ത്രി അലീന വാൾട്ടർ രംഗത്തെത്തി. പാശ്ചാത്യ രാജ്യങ്ങൾ നിശ്ചയിച്ച വില പരിധിക്ക് കീഴിൽ മാത്രമാണ് ഇന്ത്യ എണ്ണ വാങ്ങിയതെന്ന് അവർ വ്യക്തമായി പറഞ്ഞു. മറുവശത്ത് ഊർജ്ജ സുരക്ഷയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇരട്ടത്താപ്പിനെതിരെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ശക്തമായ മറുപടി നൽകുകയും ചെയ്തു. ഇന്ത്യ റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ വാങ്ങിയത് നിയന്ത്രണങ്ങൾ അനുസരിച്ചാണെന്നാണ് ഫിനിഷ് വിദേശകാര്യമന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഫിൻലാൻഡിൽ നടന്ന ഒരു പരിപാടിയിൽ ഫിൻലാൻഡിന്റെ വിദേശകാര്യമന്ത്രി അലീന വാൾട്ടൺ വ്യക്തമായി പറഞ്ഞത്, പാശ്ചാത്യ രാജ്യങ്ങൾ നിശ്ചയിച്ച വില പരിധി റഷ്യയിൽ നിന്നുള്ള അസംസ്കൃത എണ്ണ വാങ്ങൽ പൂർണ്ണമായും നിർത്തലാക്കണമെന്നല്ല. ഇന്ത്യയെ പിന്തുണച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, വില പരിധിക്ക് കീഴിൽ ഇന്ത്യ അസംസ്കൃത എണ്ണ വാങ്ങിയിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ഉദ്ദേശവുമായിരുന്നു എന്നാണ് അവർ പ്രധാനമായിട്ടും പറയുന്നത്. ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിയില്ലെങ്കിൽ പട്ടിണിയിലാകുന്നത് യൂറോപ്പാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ സമയത്ത് റഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് എണ്ണ പോകുന്നില്ല. ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിച്ചത് സംസ്കരിച്ച് യൂറോപ്പിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ നിന്ന് ഒരു രാജ്യത്തെയും ഞങ്ങൾ തടഞ്ഞിട്ടില്ല എന്നും അലീന വാൾട്ടൺ ഇപ്പോൾ പറയുന്നുണ്ട്. എന്തായാലും ഇന്ത്യയെ വിമർശിക്കുന്നവർക്ക് തക്കതായിട്ടുള്ള മറുപടിയാണ് അലീന നൽകിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.